ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണൻ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. കാശ് കിട്ടുന്നില്ല. അപ്പോൾ ഈ കാശ് കേരളത്തിന് അർഹതപ്പെട്ട ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടില്ല. അത്രേ ഉള്ളൂ. ബാക്കി ഏതെല്ലാം വ്യവസ്ഥകൾ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സോറി നിങ്ങളിതിങ്ങനെ ആവർത്തിച്ചിട്ട് കാര്യം. ഞാൻ അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കാണ് താങ്കളിപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾക്കാണ് ഞാൻ നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഈ കരാറിലെ വ്യവസ്ഥകൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആ കരാറിലെ വ്യവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് കേരളത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയുള്ളൂ. ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. അതിൽ നിങ്ങളിപ്പോ എത്ര സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തൊരു പ്രശ്നം എനിക്ക് പറയാനില്ല. എന്നെ വിളിച്ച് ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അപ്പൊ അത് ഇവിടുത്തെ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കാണാമെന്ന് വെച്ചത്. ഇല്ല, ഞാൻ കാണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഇത് പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയാം. അത്രേ പറയാൻ കഴിയുള്ളൂ. ഇതിനെപ്പറ്റി ഇനി ചർച്ച വേണ്ട. അല്ല, ഞാൻ പറയുന്നത് ഈ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ചർച്ച നടത്തിയിട്ട് നിങ്ങളെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എനിക്കറിയാം. നിങ്ങളുടെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ അതിന് തയ്യാറല്ല. ഇല്ല, അത് അവര് ചർച്ച ചെയ്തോട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിപാടി അടിസ്ഥാനം രൂപപ്പെട്ട ഒരു മുന്നണിയാണ്. ആ മുന്നണി ചില സമയത്ത് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം. അത് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ. ഇല്ല, അതിന് ഞാൻ ആ ഡിസ്കഷൻ ഇല്ല. അവിടെ ഞാൻ അത് ക്ലോസ് ചെയ്തു. ആ സബ്ജക്റ്റ് ഞാൻ ക്ലോസ് ചെയ്തു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ പറയില്ല, ഞാൻ പ്രതികരിക്കില്ല. ഇനി നിങ്ങൾ ചോദിക്കേണ്ടത് ചോദിച്ചോ. നിങ്ങൾ ചോദിക്കുന്നതിന് എനിക്ക് തടയാൻ പറ്റില്ലല്ലോ. നിങ്ങളത് സഹകരിക്കണം. എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തതിനു ശേഷം ഞാൻ എന്തെങ്കിലും തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കും. വലിയ സംശയം നിങ്ങൾക്ക് CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടിയല്ലേ? അവിടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ പോകാൻ കഴിയോ മുന്നണിക്ക്? അവരുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കും. എല്ലാവരുടെ അഭിപ്രായങ്ങളും കേൾക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുണ്ട്. അവർക്കെല്ലാം ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് എല്ലാവരും ഇരുന്ന് കേൾക്കും. ആർക്കും ഒരാൾ ഇതിന്റെ അതോറിറ്റി എന്നുള്ളതല്ല. അല്ല, അത് വേറെ പ്രശ്നം. അതൊക്കെ പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിർത്തിയെന്നുണ്ട്. ഇനി ഈ വിഷയമായിട്ട് നിങ്ങൾ കൊണ്ടോ ചോദിച്ചോ, ഞാൻ പറയില്ല. എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. വേറെ എന്താ വിഷയമുണ്ടോ? അല്ല, അതിനെപ്പറ്റി ഞാനില്ല. ഞാൻ ഈ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശം അതൊക്കെ നിങ്ങളെ വ്യാഖ്യാനല്ലേ. നിങ്ങൾ വ്യാഖ്യാനിച്ചോ. നിങ്ങളുടെ വ്യാഖ്യാനത്തിന് എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കണ്ട. നിങ്ങൾ നടത്തുന്ന വ്യാഖ്യാനം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കണ്ട. ഞാനങ്ങനെ അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരൊറ്റ അഭിപ്രായം ഇതിനകത്തുള്ള വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷമേ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് പരിശോധിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ തന്നെ വിളിച്ച് സംസാരിക്കും. നിങ്ങൾ മീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും. എന്നാലും പത്രക്കാരല്ലേ, നിങ്ങളെ പ്രതിനിധികളല്ലേ. അപ്പോൾ ഞാൻ സംസാരിക്കും. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. വെറുതെ നമ്മൾ പറഞ്ഞിങ്ങനെ വെറുതെ അലമ്പുണ്ടാക്കുന്നതിനാ. ഞാൻ അലമ്പിനില്ല. ഞാൻ വളരെ സൗഹൃദമായിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുക. അത് ആ അർത്ഥത്തിൽ എൻ്റെ നിലപാടിനെ നിങ്ങൾ കാണണ്ടേ. അദ്ദേഹം പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അദ്ദേഹമായിട്ടല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചോ.
എന്നോട് എന്തിനാ സംസാരിക്കുന്നത്? ഞാനും അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഞാൻ അഭിപ്രായം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിവാദം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്നുള്ളതാണല്ലോ. അതിന്റെ വിശദാംശം എന്താണെന്നുള്ളത് ഞാൻ പരിശോധിക്കട്ടെ. അത് പരിശോധിച്ചതിന് ശേഷം ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്. ഞാൻ ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ സന്നദ്ധമാണ്. ഈ വ്യവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ. ആ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കും. പറഞ്ഞതിനൊക്കെ ഞാൻ ഇത് എത്ര നിങ്ങൾ ഓരോരുത്തർക്കും പറയണോ? ഞാൻ വെറുതെ ഞാനൊരു മനുഷ്യനെ പോലെ നിങ്ങൾ പറയുന്നത് എന്റെ വഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ എന്നെ ശ്രമിക്കണ്ട ദയവ് ചെയ്തിട്ട്. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? LDF മുന്നണി കൺവീനർ അറിയാത്തയാണ് ഒപ്പിട്ടത്, മുന്നണി അറിയാതാണ് ഒപ്പിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ഒരു ഒപ്പിട്ടെന്നുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞു. അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്ത് എന്താ പറയേണ്ടത്? പിന്നെ നിങ്ങൾ അതിന്റെ മേലെ ഇങ്ങനെ ഒരു വ്യാഖ്യാനിച്ച് നിങ്ങളുടെ നിലപാടിലേക്ക് എന്നെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. ഞാൻ ആ വിഷയമല്ല, പ്ലീസ്, ഞാൻ ആ വിഷയം ക്ലോസ് ചെയ്തു. വേറെ എന്തും പ്രശ്നം അനയിക്കില്ലല്ലോ. അനയിക്കേണ്ടതെന്നൊന്നും പറയാനായിട്ടില്ല. ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ശരി. അത് മുന്നണിയിലൊരു അനൈക്യമായിട്ട് കാണേണ്ടതില്ല. മുന്നണി ഞങ്ങളെല്ലാവരും ചേർന്നതാണ് മുന്നണി. ആ മുന്നണിയിൽ ഇതുവരെ ഈ നിമിഷം വരെ ആ മുന്നണി ഇല്ലാതായിട്ടില്ല. ആ മുന്നണി നിലനിൽക്കുന്നുണ്ട്. CPI എന്താ പറഞ്ഞത്? CPI മുന്നണി ഇല്ലാന്ന് പറഞ്ഞിരിക്കും. അത് അവരെ പാർട്ടിയുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒന്ന് അവര് പറയുന്നത് പോലെ തന്നെ മുന്നണിയുടെ എല്ലാ പാർട്ടികളും ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുന്നതിനും അഭിപ്രായങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു നിലപാട് ഞങ്ങൾ ഈ കാര്യത്തിൽ എടുക്കും. അതാ ഞാൻ പറഞ്ഞത്. LDF യോഗം ചേർന്നതിന് ശേഷം ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം തുടർ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. നിങ്ങൾ അതുവരെ നിങ്ങൾക്ക് അതുവരെ ക്ഷമിച്ചിരിക്കാനൊന്നും സമയമില്ല എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെ ജോലി ചെയ്തോ, അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ. ശരി, വേറെ എന്താണ്? മറ്റേ നേരത്തെയുള്ള പ്രതികളെയൊക്കെ ഒഴിവാക്കിയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട ആളല്ല. പോലീസിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതിനെന്തെങ്കിലും മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ പോലീസിനെ പറയേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നത്തിൽ ഒരു വിഷയം ഉയർന്നു വരുന്നുണ്ട്. ഈ പേരാമ്പ്രയിൽ എത്ര ദിവസമായി നിരപരാധികളെ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നു. അതിലേറ്റവും കൂടുതൽ ഉപദ്രവം നേരിടേണ്ടി വന്ന ഒരു കുടുംബമാണ് ഈ വിഷ്ണു പ്രകാശൻ എന്ന വിഷ്ണു വത്സൻ എന്ന പോലീസുകാരൻ. വിഷ്ണുവിന്റെ വീട് എൻ്റെ LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യവസ്ഥകൾ പരിശോധിച്ചതിന് ശേഷം എന്താണ് എന്നുള്ള മറുപടി പറയാമെന്ന് പറയുകയാണ്. എന്നാൽ വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നില്ല. ഒപ്പം തന്നെ വിശദമായി തന്നെ പറയാനുള്ളത് കേൾക്കും, മറ്റു കക്ഷികൾക്ക് പറയാനുള്ളത് എന്താണ് എന്നത് കേൾക്കുമെന്ന് പറയുന്നു. എന്നാൽ അതിനു മുൻപ് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായി മറുപടി പറയുന്നില്ല. കൂടുതൽ പ്രതികരിക്കാൻ ഞാനില്ല എന്ന് പറയുകയാണ് അദ്ദേഹം. ഒപ്പം കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം അല്പസമയം മുൻപ് നമ്മൾ കാണുന്നു. ജോസ് കെ മാണി പറഞ്ഞത് PM ശ്രീയിൽ ഇപ്പോൾ പദ്ധതിയെ പൂർണ്ണമായി എതിർക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. സാമ്പത്തിക സഹായം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമാണ്.
മറ്റ് അജണ്ടകൾ ഉണ്ടോ എങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിന് അറിയാം എന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയത്. ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സർക്കാരിന് തീരുമാനം കൈക്കൊള്ളേണ്ടി വരും, എല്ലാം ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ്. പക്ഷേ CPIക്ക് എതിർപ്പുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്, വ്യവസ്ഥകൾ എന്താണ് എന്നത് പരിശോധിച്ചതിന് ശേഷം മറുപടി പറയാം എന്നാണ്. എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കും, CPIക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തങ്ങൾ മുന്നണിയായി തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് മുന്നണി കൺവീനർ, LDF കൺവീനർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. കണ്ടിട്ടുണ്ട് ഈ പോലീസുകാരൻ എന്ന് വരെ പറഞ്ഞു. എവിടെ കണ്ടിട്ടുണ്ട്, എന്ത് കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്? ഇപ്പല്ലേ ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും തിരുത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് വന്നത്. അത് പരിശോധിക്കട്ടെ, കോൺഗ്രസിന്റെ നേതൃത്വം പരിശോധിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.